അറിവമ്മ അലിവമ്മ. മക്കളെ, നമ്മൾ ഒറ്റപ്പെട്ട ഒരു ദ്വീപല്ല, ജീവശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ്. നമ്മുടെ ഓരോ കർമ്മവും അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെയും സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ശ്രദ്ധ വേണം എന്ന് പറയുന്നത്. പുലരി പിറക്കുന്നതിന് മുമ്പേ തൃക്കാക്കര ഉണരുന്നു. നിശബ്ദതയെ ഭേദിച്ചുയരുന്ന ശംഖനാദം, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഉണരുന്ന ക്ഷേത്രസന്നിധി, ഒരു ദിവസത്തിന്റെ ആദ്യ ദർശനത്തിനായി കാത്തുനിൽക്കുന്ന ഭക്തജനങ്ങൾ. ഇത് തൃക്കാക്കരയാണ്, വാമനമൂർത്തിയുടെ സാന്നിധ്യത്താൽ പുണ്യമാർന്ന മണ്ണ്. ഈ മണ്ണിൽ ഓരോ പ്രഭാതവും തുടങ്ങുന്നത് ഒരു വിശുദ്ധ ദർശനത്തിലൂടെയാണ്, നിർമാല്യ ദർശനം. കഴിഞ്ഞ ദിവസത്തെ പൂജയുടെ പുണ്യസ്മരണകളുമായി ഭഗവാന്റെ സന്നിധി, അർപ്പിക്കപ്പെട്ട പുഷ്പങ്ങളും അലങ്കാരങ്ങളും നിറഞ്ഞ ആ തിരുമേനി, പുതിയൊരു പ്രഭാതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ആ വിശുദ്ധ നിമിഷം, അതാണ് നിർമാല്യം. ഭക്തന്റെ കണ്ണുകൾ ആദ്യം കാണുന്നത് അലങ്കാരത്തിന്റെ ഭംഗിയല്ല, ഭഗവാന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ നിർമാല്യ ദർശനം ഒരു ചടങ്ങ് മാത്രമല്ല, അത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആദ്യ സമാഗമം പോലെയാണ്. 4500 വർഷങ്ങളോളം പഴക്കമുള്ളതായിട്ടാണ് ചരിത്രരേഖകൾ കാണുന്നത്. ഇത് 108 വൈഷ്ണവാലയങ്ങൾ ഒന്നാണ്. തിരുപ്പതി ബാലാജി വാമനരൂപമാണെന്നാണ് അറിയപ്പെടുന്നത്. അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെ വിശ്വരൂപ ദർശനമായി വാമനമൂർത്തി നിൽക്കുന്നത്. ഇപ്പുറത്ത് ശിവൻ സ്വയംഭൂവായി, തൊട്ടപ്പുറത്ത് ശിവഭഗവാനും സ്ഥിതി ചെയ്യുന്നു. കിരാതമൂർത്തി രൂപമായിട്ടാണ് കാണപ്പെടുന്നത്. ശിവ വൈഷ്ണവ ശക്തിയുടെ ഒരു സങ്കേതമാണ് ഈ തൃക്കാക്കര മഹാക്ഷേത്രം. തൃക്കാക്കരയുടെ മഹത്വം ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വാമനാവതാരത്തിന്റെ ഓർമ്മകളുമായി ചേർന്നു നിൽക്കുന്ന പുണ്യഭൂമിയാണ് തൃക്കാക്കര. മഹാബലിയുടെ കാലത്തെ ഓർമ്മകളും വാമനന്റെ അവതാരകഥയും ഓണത്തിന്റെ സാംസ്കാരിക സ്മരണകളും ഇവിടെ പരസ്പരം ഇഴചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൃക്കാക്കരയപ്പന്റെ സന്നിധിയിൽ എത്തുന്ന ഓരോ ഭക്തനും ഒരു ക്ഷേത്ര ദർശനം മാത്രമല്ല അനുഭവിക്കുന്നത്, കേരളത്തിന്റെ പുരാണ സാംസ്കാരിക ഓർമ്മകളിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ് അത്. ദാനശീലനായ മഹാബലി, 3 അടി മണ്ണ് ചോദിച്ചെത്തിയ വാമനൻ, 2 അടിയാൽ ഭൂമിയും ആകാശവും അളന്ന ത്രിവിക്രമൻ, 3ാമത്തെ അടിക്കായി മഹാബലി തന്റെ ശിരസ് സമർപ്പിച്ച കഥ. പുരാണത്തിലെ ഈ മഹാകഥയോടൊപ്പം കേരളത്തിന്റെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന പേരാണ് തൃക്കാക്കര. ദേവേശ്വരായ ദേവായ ദേവസംഭൂതികാരിണേ പ്രഭവേ സർവവേദാനാം. ഓണം വരുമ്പോൾ മലയാളിയുടെ മനസ്സിൽ മഹാബലി വീണ്ടും എത്തുന്നു. വാമനനെ ഓർക്കുമ്പോൾ തൃക്കാക്കരയും ഓർമ്മയിലെത്തുന്നു. ഈ ബന്ധത്തിന്റെ ആത്മീയമായ തുടർച്ചയാണ് തൃക്കാക്കരയിലെ ഓരോ പ്രഭാതവും.
നിർമ്മാല്യ ദർശനത്തോടെ ആരംഭിക്കുന്ന പ്രഭാതം പിന്നീട് വിവിധ പൂജാകർമ്മങ്ങളിലേക്ക് കടക്കുന്നു. പുഷ്പം, ജലം, ദീപം, മന്ത്രം, ഓരോന്നിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. നമഃ ശാർംഗധനുർബാണപാണയേ. പുറം ലോകം പതിയെ ഉണരുമ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ മറ്റൊരു ലോകം ഉണരുകയാണ്. ഭക്തിയുടെ ലോകം, നൂറ്റാണ്ടുകളായി കൈമാറി വരുന്ന ആചാരങ്ങളുടെ ലോകം. ഓരോരുത്തർക്കും നിർമാല്യം ഓരോ അനുഭവമാണ്. ഒരാൾക്ക് അത് പ്രാർത്ഥനയുടെ നിമിഷം, മറ്റൊരാൾക്ക് മനസ്സിന് ലഭിക്കുന്ന സമാധാനം, ഇനിയൊരാൾക്ക് കുടുംബത്തിന്റെ പാരമ്പര്യം. ചിലർ വർഷങ്ങളായി തുടരുന്ന ഒരു ശീലത്തിന്റെ ഭാഗമായി എത്തുന്നു, ചിലർ ആദ്യമായി. പക്ഷേ ദർശനത്തിന് മുന്നിൽ നിൽക്കുന്ന ആ നിമിഷത്തിൽ എല്ലാവരും ഒരുപോലെ, ഭക്തനും ഭഗവാനും മാത്രം ബാക്കി വരുന്ന നിമിഷം. വിക്രമായ വിദ്മഹേ വിശ്വരൂപായ ധീമഹി. ക്ഷേത്രത്തിനകത്ത് നിർമാല്യത്തിന്റെ നിശബ്ദമായ ഭക്തി. പുറത്തേക്ക് നോക്കുമ്പോൾ തൃക്കാക്കരയുടെ മറ്റൊരു മുഖം. പ്രഭാതം പൂർണ്ണമാകുന്നു. നഗരത്തിന്റെ തിരക്കുകൾ പതിയെ ആരംഭിക്കുന്നു. എന്നാൽ ഭക്തന്റെ മനസ്സിൽ ആ പ്രഭാതം നേരത്തെ തന്നെ പൂർണ്ണമായിരിക്കുന്നു. ഒരു ദർശനത്തിലൂടെ, ഒരു പ്രാർത്ഥനയിലൂടെ, ഒരു വിശ്വാസത്തിലൂടെ. ദേവേശ്വരായ ദേവായ. മലയാളിയുടെ ഓർമ്മയിൽ ഓണം ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് സമത്വത്തിന്റെ ഓർമ്മ കൂടിയാണ്. സ്നേഹത്തിന്റെ ഓർമ്മയാണ്. മഹാബലിയുടെ ഓർമ്മയാണ്. ആ ഓർമ്മകളുടെ ഹൃദയഭൂമികളിൽ ഒന്നാണ് തൃക്കാക്കര. ദേവേശ്വരായ ദേവായ ദേവസംഭൂ. വാമനമൂർത്തിയുടെ സന്നിധിയിൽ നിന്ന് ഉയരുന്ന ഓരോ പ്രഭാതവും പുരാണവും പാരമ്പര്യവും വിശ്വാസവും ഇന്നിന്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതിന്റെ സാക്ഷ്യമാണ്. ഒരു ദിവസത്തിന്റെ ആദ്യ വെളിച്ചം കണ്ണുകളിൽ പതിക്കുന്നതിന് മുമ്പ് തൃക്കാക്കരയപ്പന്റെ തിരുമുമ്പിൽ ഒരു ദീപം തെളിയുന്നു. കഴിഞ്ഞ ദിവസത്തിന്റെ സ്മരണകൾക്ക് മുകളിൽ പുതിയൊരു പ്രഭാതം പിറക്കുന്നു. അതാണ് നിർമാല്യം. ഒരു ചടങ്ങിനപ്പുറം, ഒരു ദേശത്തിനപ്പുറം ഭക്തന്റെ ഉള്ളിൽ തെളിയുന്ന ഒരു വിശ്വാസം. വാമനന്റെ ഓർമ്മകൾ നിറഞ്ഞ ഈ പുണ്യഭൂമിയിൽ ഓരോ പുലരിയും നമ്മോട് പറയുന്നത് ഒരേയൊരു സന്ദേശം മാത്രം. ഭക്തിയുടെ തുടക്കം പലപ്പോഴും ഒരു വാക്കിലല്ല, ഒരു ദർശനത്തിലാണ്. തൃക്കാക്കരയപ്പന്റെ നിർമാല്യ ദർശനത്തിൽ നിന്ന് ഒരു പുതിയ പ്രഭാതത്തിലേക്ക്. സർവവേദാനാം വാമനായ നമോ നമഃ. വാമനായ നമോ നമഃ. കേരളത്തിന്റെ ഓണക്കാല പാരമ്പര്യങ്ങളിൽ ഏറെ സവിശേഷമായ ഒന്നാണ് തൃക്കാക്കരയപ്പനെ പൂജിക്കുന്നത്. മഹാബലിയെക്കുറിച്ചുള്ള ഓർമ്മയും വാമനാവതാരവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ഓണത്തിന്റെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സങ്കല്പവും ഈ ആചാരത്തിൽ ഒത്തുചേരുന്നു.
തൃക്കാക്കരയിലാണ് തിരുവോണത്തിൻ്റെ ആദ്യത്തെ തുടക്കം തന്നെ വരുന്നത്. തൃക്കാൽക്കര എന്നുള്ള സ്ഥലനാമം വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാമനമൂർത്തിയുടെ കാൽ പതിഞ്ഞ സ്ഥലം എന്നാണ് അതിൻ്റെ മീനിങ്. വീടിന്റെ മുറ്റത്തൊരുക്കുന്ന പൂക്കളത്തിനൊപ്പം തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് കുടുംബങ്ങൾ ഭക്തിപൂർവ്വം പൂജ നടത്തുന്നു. പൂക്കളത്തിന്റെ മധ്യഭാഗത്തോ അനുയോജ്യമായ സ്ഥാനത്തോ തൃക്കാക്കരയപ്പന്റെ രൂപങ്ങൾ സ്ഥാപിക്കാനുള്ള സ്ഥലം ഒരുക്കുന്നു. പരമ്പരാഗതമായി മണ്ണുകൊണ്ടുള്ള രൂപങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചില വീടുകളിൽ കുടുംബാചാരമനുസരിച്ച് രൂപങ്ങളുടെ എണ്ണത്തിലും വിന്യാസത്തിലും വ്യത്യാസമുണ്ടാകും. തുടർന്ന് നിലവിളക്ക് തെളിയിക്കുന്നു. വിളക്ക് തെളിയിക്കൽ ചടങ്ങിന് ശുഭാരംഭത്തിന്റെ പ്രതീകാത്മകമായ സ്ഥാനമുണ്ട്. പൂക്കളത്തിന്റെ മധ്യത്തിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നതോടെ പൂജയുടെ പ്രധാന ഘട്ടത്തിന് തുടക്കമാകുന്നു. പൂക്കൾ സമർപ്പിക്കുന്നത് പ്രകൃതിയുടെ സൗന്ദര്യവും സമൃദ്ധിയും ദൈവസങ്കല്പത്തിന് സമർപ്പിക്കുന്നതിന്റെ പ്രതീകമായാണ് കാണുന്നത്. തൃക്കാക്കരയപ്പനെ പൂജിക്കുന്നത് ഒരു ആരാധനാ ചടങ്ങ് മാത്രമല്ല, കുടുംബം ഒന്നിച്ചുകൂടി ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരവുമാണ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറിയ ആചാരങ്ങളാണ് ഓരോ കുടുംബത്തിന്റെയും പൂജയ്ക്ക് അതിൻ്റെതായ പ്രത്യേകത നൽകുന്നത്. മഹാബലി വരുന്നതായിട്ട്, തിരുവോണ നാളിൽ വരുന്നതായിട്ട് ഭഗവാൻ കാത്തിരിക്കുകയാണ് മഹാബലിയെ. അതാണ് അവിടുത്തെ സങ്കല്പം. അതിനെ ആസ്പദമാക്കിയാണ് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞ് നമ്മൾ ഗൃഹങ്ങളിൽ തൃക്കാക്കരയപ്പനെ വച്ച് പൂജിക്കുന്നത്. അങ്ങനെ ഓണത്തിൻ്റെ അന്ന് ചാണകമൊക്കെ മെഴുകി അണിഞ്ഞ് തൃക്കാക്കരയപ്പനെയൊക്കെ വച്ച് നമ്മൾ പൂജ ചെയ്യുന്നു. പൂവട ഉണ്ടാക്കി നിവേദ്യം നടത്തും. ഭഗവാനെ നമ്മൾ പൂജിച്ച് അവിടെ ഇരുത്തിയതിന് ശേഷം നമ്മൾ മഹാബലിയെ എതിരേറ്റു കൊണ്ടുവരും. അത് തുമ്പക്കുടവുമൊക്കെ എടുത്ത് മഹാബലിയെ എതിരേറ്റു കൊണ്ടുവന്ന് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ഇരുത്തും. അങ്ങനെ ഭഗവാനും മഹാബലിയും, അതായത് അസുരരാജാവും തമ്മിൽ വ്യത്യാസമില്ല, ഭഗവാനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്. ഭഗവാനെ ശരിക്കും മഹാബലിയുടെ പാതാളത്തിൽ ഭഗവാൻ തന്നെ മഹാബലിക്ക് കാവലായിട്ട് നിൽക്കുന്നു എന്നാണ് ഐതിഹ്യം. ആരാധനയുടെ അവസാനം ദീപവും കർപ്പൂരവും സമർപ്പിച്ച് പ്രാർത്ഥന പൂർത്തിയാക്കുന്നു. ഓണത്തിന്റെ സന്തോഷവും സമൃദ്ധിയും വീട്ടിലും മനസ്സിലും നിറയട്ടെ എന്ന ആശംസയോടെയാണ് ഈ ചടങ്ങുകൾ അവസാനിക്കുന്നത്. അട സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ജലാതിജലാന്തമൊക്കെ സമർപ്പിച്ചതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ ഒരു നാളികേരം എടുത്ത് പൊട്ടിച്ച് രണ്ടാക്കി കയ്യിൽ പകുത്ത് പിടിച്ച് അതിലെ ജലം ഭഗവാന്റെ മുകളിലേക്ക് സമർപ്പിക്കുന്നു. അതോടുകൂടി ഈ ചടങ്ങ് തീരുന്നു. തൃക്കാക്കരയപ്പൻ പൂജയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കൂട്ടായ്മയിലാണ്. തൃക്കാക്കരയപ്പന്റെ മുമ്പിൽ തെളിയുന്ന നിലവിളക്ക് ഒരു കുടുംബത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ തന്നെ സമ്പന്നമായ പാരമ്പര്യത്തിന്റെ വെളിച്ചമാണ്. സ്നേഹവും സമൃദ്ധിയും സമത്വവും ഓർമ്മിപ്പിക്കുന്ന ഓണക്കാലത്ത് തൃക്കാക്കരയപ്പനെ പൂജിക്കുന്ന ഈ പാരമ്പര്യം നമ്മുടെ വീടുകളിലും മനസ്സുകളിലും എന്നും നിലനിൽക്കട്ടെ.
ശ്രീപാർവതി ദേവിയെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളോട് അമ്മയുടെ ഏത് കഥ പറയണം എന്ന് ചിന്തിച്ചപ്പോഴാണ് വള്ളിക്കാവിൽ അമ്മയായിട്ടുള്ള ജഗദ്ഗുരു അമൃതാനന്ദമയി ദേവി ഒരിക്കലൊരു പ്രഭാഷണത്തിൽ ഞങ്ങളോട് സംസാരിച്ച ഒരു കഥ നിങ്ങളോട് പങ്കുവെക്കണം എന്ന് തോന്നിയത്. ഇതൊരു നാടോടിക്കഥയായിട്ടാണ് അമ്മ നമുക്ക് പറഞ്ഞു തന്നത്. വളരെ രസകരവും എന്നാൽ അത്യധികം ചിന്തിക്കേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ് അമ്മ ഇതിലൂടെ പറഞ്ഞു വെച്ചത്. ഇത് ശ്രീപാർവതി ദേവിയുടെയും മഹാദേവൻ്റെയും ഒപ്പം മഹാദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള നന്ദികേശ സ്വാമിയുടെയും ഒരു കഥയാണ്. ഇതൊരു നാടോടി കഥയാണ് എന്ന് പറഞ്ഞ് അമ്മ തുടങ്ങി. അമ്മ പറഞ്ഞത്, ഒരിക്കൽ നന്ദികേശനും അതുപോലെ തന്നെ മഹാദേവനും ശ്രീപാർവതി ദേവിയും മനുഷ്യരെയൊക്കെ ഒന്ന് കാണാം എന്ന് കരുതി ഒന്ന് ചുറ്റി സഞ്ചരിക്കാൻ പുറപ്പെട്ടു എന്നാണ്. ഭഗവാൻ വേഷം മാറി ഒരു വൃദ്ധന്റെ രൂപത്തിൽ അതിലേക്ക് മാറി. ദേവിയാണെങ്കിലോ അതിസുന്ദരിയായിട്ടുള്ള ഒരു യുവതി, ഒരു ചെറുപ്പക്കാരി കുട്ടിയുടെ രൂപത്തിലേക്ക് ദേവിയും വേഷം മാറി. തൻ്റെ യജമാനനും സ്വാമിയും ഒരേ സമയം വേഷം മാറിയത് കണ്ടപ്പോൾ നന്ദികേശനും തോന്നി ഒന്ന് വേഷം മാറിക്കളയാം. അദ്ദേഹം ഒരു വൃദ്ധനായിട്ടുള്ള കാളയുടെ രൂപത്തിലേക്ക് മാറി എന്നാണ്. അവർ മൂന്നുപേരൂടെ സഞ്ചരിക്കാൻ പുറപ്പെട്ട സമയത്ത് മഹാദേവൻ കാളയുടെ പുറത്ത് കയറി ഇരുന്നു. ഭഗവാന്റെ വാഹനമാണല്ലോ. അങ്ങനെ മഹാദേവൻ കാളയുടെ പുറത്തും ദേവി പുറകിൽ നടന്നുകൊണ്ടും സഞ്ചരിക്കുകയായിരുന്നു. അവർ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പല ആളുകളും പറയുന്നത് ഭഗവാനും ദേവിയും നന്ദികേശനും കേട്ടു അത്രേ. എന്താ അവർ പറഞ്ഞിരുന്നത്? അവർ പറയുകയാണ്, ഇതാ നോക്കൂ, അയാളുടെ ഒരു കാര്യം, അത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ട്, ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യയെ കിട്ടിയിട്ട് അയാൾ ആ കാളയുടെ പുറത്ത് കയറി സഞ്ചരിക്കുന്നു. പാവം ആ പെൺകുട്ടിയെ നടത്തിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാവോ മനുഷ്യർ എന്നാണ് ചോദിച്ചത്. ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഇത് ദേവിയോട് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, ഇനി ബോൾ ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്നോളൂ, ഞാൻ പുറകിൽ നടന്നു വരാം. അങ്ങനെ ദേവി നന്ദികേശൻ്റെ മുകളിൽ കയറി ഭഗവാൻ പുറകിൽ സഞ്ചരിക്കാൻ തുടങ്ങിയതാണ്. അല്പദൂരം എത്തിയപ്പോൾ വീണ്ടും ആളുകൾ പറയുന്നത് കേട്ടു അത്രേ. നോക്കി നോക്കൂ, ആ പെൺകുട്ടിയുടെ ഒരു അഹങ്കാരം. ഭർത്താവോ അച്ഛനോ ആരോ ആണ് പുറകിൽ വരുന്നത്, അയാളെ നടത്തിക്കുക. അവൾ ചെറുപ്പക്കാരിയായിട്ട് ഇത്രയും വയസ്സ് കുറഞ്ഞിട്ട് അവൾ ആ കാളയുടെ പുറത്ത് സഞ്ചരിക്കുക. എന്തൊരു അഹങ്കാരിയാണ് ഈ കുട്ടി എന്നാണ് അത്രേ പറഞ്ഞത്. ഉടനെ തന്നെ മഹാദേവൻ ചിരിച്ചുകൊണ്ട് ദേവിയോട് പറഞ്ഞു, ഇപ്പൊ ദേവിക്കായല്ലോ കുറ്റം, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അമ്മ തന്നെ, ശ്രീപാർവതി തന്നെ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. നമുക്ക് രണ്ടുപേർക്കും നടക്കാം, നന്ദിയുടെ ഇഷ്ടത്തിന് പൊക്കോട്ടെ. അപ്പൊ ഭഗവാനും സമ്മതിച്ചു എന്നാണ്. അങ്ങനെ ദേവിയും അതുപോലെ തന്നെ ഭഗവാനും നടന്നു വരുന്നു. നന്ദികേശൻ മുന്നിൽ സഞ്ചരിക്കുന്നു. കുറച്ച് ദൂരം എത്തിയപ്പോൾ അവിടെയും ആളുകൾ ഭഗവാനെയും ദേവിയെയും കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, എന്ത് വിഡ്ഢികളായിട്ടുള്ള മനുഷ്യരാണ് ഇവർ. ഈ കല്ലും മുള്ളുള്ള സ്ഥലത്ത് കൂടെ കാളപ്പുറത്ത് പോകുന്നതിന് പകരം അവർ നടക്കുന്നു, കാളയെ ഒറ്റയ്ക്ക് നടത്താൻ വിടുന്നു. അവിടെയും അവർക്ക് കുറ്റം. അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു, ഇനിയിപ്പോൾ അങ്ങനെ ആരും പറയണ്ട, ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടുപേർക്കും നന്ദിയുടെ പുറത്ത് സഞ്ചരിക്കാം. അങ്ങനെ നന്ദിയുടെ പുറത്തേക്ക് ഭഗവാനും കയറി ദേവിയും കയറി എന്നാണ്. അല്പസമയം സഞ്ചരിച്ചപ്പോൾ വീണ്ടും കേട്ടു, എന്ത്, പാവം ഒരു മിണ്ടാപ്രാണി, അതിന് തന്നെ നടക്കാൻ തന്നെ അതിന് ജീവനില്ല. അപ്പോഴാണ് രണ്ടുപേര് അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നത്. എന്തൊരു അഹങ്കാരികളായിട്ടുള്ള, ഒരു കണ്ണിൽ ചോരല്ലാത്ത മനുഷ്യരാണ് എന്നാണ് അത്ര ഭഗവാനെയും ദേവിയെ നോക്കി പറഞ്ഞത്. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് യാത്രയായി. നന്ദികേശൻ എല്ലാവരും സ്വന്തം രൂപത്തിലേക്ക് തിരിച്ചു വന്നു. സഞ്ചരിച്ച് ഉണ്ടായ അനുഭവങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കുന്ന സമയത്ത് ഭഗവാൻ ദേവിയോട് പറഞ്ഞതായിട്ട് അമ്മ പറഞ്ഞു, നമ്മൾ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും, നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ചില ആളുകൾ എല്ലാ സമയത്തും ഉണ്ട്. അവർ പറയുന്നത് കേട്ട് നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ആ തീരുമാനത്തെയും വിമർശിക്കും. അപ്പം എന്ത് വേണം? അമ്മ കൃത്യമായിട്ട് പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, രണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഒരു മിണ്ടാപ്രാണിക്ക് പോലും ഒരു അധർമ്മം സംഭവിക്കുന്നില്ല, ഒരു വേദന സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെ തീരുമാനമാണെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുക. അത് ഉറച്ചു നിൽക്കാനാണ് ശ്രീപാർവതി ദേവിയുടെ ഈ ഒരു കഥ നമ്മളെ പഠിപ്പിച്ചത് അമ്മ. അതുകൊണ്ട് നമ്മൾ സാധനയുടെ വിഷയങ്ങളിലായിക്കൊള്ളട്ടെ, ഉപാസനയുടെ വിഷയങ്ങളിലായിക്കോട്ടെ, ഭക്തിയുടെ വിഷയങ്ങളായിക്കോട്ടെ, കുറച്ച് ദിവസം ഒന്ന് അമ്പലത്തിൽ പോകാനൊക്കെ ഒന്ന് തുടങ്ങി, അപ്പോഴേക്കും പല ആളുകളും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വരും. അവരോടൊക്കെ അമ്മ പറഞ്ഞ ഈ ഒരു കഥ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ് എന്നുള്ള ഉത്തമമായിട്ടുള്ള വിശ്വാസവും സ്വന്തം ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നതെന്നുള്ള അതിര് കവിഞ്ഞ ആത്മവിശ്വാസവും ഒപ്പം സഹജീവികളോടുള്ള സ്നേഹവും നിങ്ങൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയിലുണ്ടെങ്കിലും ആ പ്രവൃത്തി സൈധൈര്യം മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് കൂടെ നിൽക്കാൻ ശക്തി ഉണ്ടാവും, ശിവനുണ്ടാവും, അവരുടെ വാഹനമായിട്ടുള്ള
നന്ദികേശ സ്വാമി ഉണ്ടാവും. അതുകൊണ്ട് വരുന്ന തലമുറയിലുള്ള കുട്ടികളോട് നമുക്ക് സംസാരിക്കാനുള്ളത് അമ്മയുടെ ഈ വാക്കുകൾ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, ശരിയെന്ന് തോന്നുന്ന നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പരാശക്തിയുടെ പാതയിലൂടെ സദാശിവനെ പ്രാപ്തനാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അമ്മയുടെ ഈ ഒരു കഥ മനസ്സിലാക്കുന്ന ഓരോ യുവാവും യുവതിയും തങ്ങളെടുക്കുന്ന തീരുമാനം ശരിയാണോ എന്നുകൂടി പുനഃപരിശോധിക്കാൻ കൂടി തയ്യാറാവണം. എല്ലാം എൻ്റെ ശരികളാണ് എന്ന് മാത്രം ധരിച്ചുകൊണ്ട് സഞ്ചരിക്കാനും അമ്മ പറഞ്ഞിട്ടില്ല. ധർമ്മത്തിലൂന്നി ശരിയുടെ പക്ഷത്ത് നിന്ന് സഞ്ചരിക്കാനാണ് അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ സന്ദേശമാണ് ശ്രീപാർവതി ദേവിയുടെ ഇന്നത്തെ കഥയിലൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അമ്മ മനസ്സ് നിറഞ്ഞ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ മറ്റൊരു ദേവതയുടെ മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.